ലോറി അടയാളത്തിൽ അഭിമാനത്തിന്റെ വോട്ടുകൾ നൽകി ഈ നാടിനോടുള്ള കടമ നിർവഹിക്കണമേ എന്ന് ഉത്ബുദ്ധരിൽ ഉത്ബുദ്ധരായ പ്രബുദ്ധരായ കേരളത്തിൽ സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതത്വ ബോധം പ്രദാനം ചെയ്യുന്നതിൽ എല്ലാ ഇടതുപക്ഷ സർക്കാരുകളും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു സർക്കാർ, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു സർക്കാർ, വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് അതിന്റെ പേരിൽ 1000 രൂപ മാസം പെൻഷൻ നൽകുന്ന സർക്കാർ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ അവസരമൊരുക്കിയ സർക്കാർ, എണ്ണിയാറിടുന്നാത്ത വിശേഷങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സർക്കാരിന് ഉണ്ട്. സമ്പന്നന്മാരും കുബേരന്മാരും സെലിബ്രിറ്റികളും സ്ത്രീത്വത്തെ ചവിട്ടി വധിച്ചപ്പോൾ അവരുടെ കൂടെ നിൽക്കാതെ ഇരയുടെ കൂടെ നിൽക്കാൻ ധൈര്യം കാണിച്ച, തന്റെ ഇടം കാണിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നേരെ മേൽപോട്ട് നോക്കിയാൽ കാണുന്ന ഈ പാലം, ഈ ഫ്ലൈ ഓവർ നമ്മളുടെ ശ്രമഫലമായി ഉണ്ടായിട്ടുള്ളതാണ്. 5-6 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പാലം വരുമെന്ന് പോലും പലരും കരുതിയിരുന്നില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാക്കി. എടപ്പാളിൽ ഒരു ഗവൺമെന്റ് ITI യാഥാർത്ഥ്യമായി. എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടിനും കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ചിട്ടുള്ള സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീധന നിരോധനത്തിനെതിരെ കൃത്യമായിട്ടുള്ള നിയമം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെന്റാണ്. സ്ത്രീധന നിരോധന ഓഫീസർമാരെ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിലും നിയോഗിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അങ്ങനെ സ്ത്രീപക്ഷ കേരളം, സ്ത്രീ സൗഹൃദ കേരളം എന്നുള്ള ഒരു വലിയ ആശയമാണ് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ തടയുന്നവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സർവകലാശാലകളിൽ പെൺകുട്ടികൾക്ക്, പീരീഡ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം നൽകിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതവും അവർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങൾ തൊഴിലിടങ്ങളിൽ ധരിക്കാനുള്ള അവകാശം നൽകിയിട്ടുള്ള ഗവൺമെന്റാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിൽ പോകാനുള്ള അവകാശം നൽകിയിട്ടുള്ള ഗവൺമെന്റാണ്. ലിംഗനീതിയിലും തുല്യനീതിയിലും അധിഷ്ഠിതമായി തുല്യതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 40 തുല്യതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.